വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൽ നടയിൽ നടത്തുന്ന സമരം 11ാം ദിനത്തിലേക്ക്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധക്കാരുടെ മഹാസംഗമം നടക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, 10 ദിവസം പിന്നിട്ടു 11ാം ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ആശാവർക്കർമാർ കടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ആശാവർക്കർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങൾ. വൃന്ദ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ മഹാസംഗമം അത് ശരിക്കും വലിയ ജനപങ്കാളിത്തത്തോടെ വലിയ പ്രതിഷേധമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളിലും അവകാശവാദങ്ങളിലും ഒന്നും പതറാതെയാണ് 11ാം ദിവസം ആശമാരുടെ സമരം എത്തി നിൽക്കുന്നത്. 11ാം ദിവസം ആ സമരം അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, 11ാമത്തെ ദിവസം അവർ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ എല്ലായിടത്തെയും ആശമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു മഹാസംഗമം അത് പ്രതിഷേധമായിട്ട് നടത്താൻ കൂടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഇവരെ തള്ളിക്കൊണ്ട് ആദ്യം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ തന്നെ അവരുടെ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് തങ്ങൾ സംഘടിപ്പിക്കും. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് സർക്കാർ പരിഗണിക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ളത് ആശമാർ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ അവർ ആശമാരുടെ ഓണറേറിയം അത് 21,000 രൂപയായി ഉയർത്തുക, അതുപോലെ തന്നെ അവരുടെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നത് വരെ അതിൽ രേഖാമൂലമുള്ള ഒരു സമ്മതം അല്ലെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ സമരം ഇതുപോലെ തന്നെ വലിയ പ്രതിഷേധമായിട്ട് വലിയ പങ്കാളിത്തത്തോടു കൂടി നടത്താൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. അതിനിടയിൽ ഇവർക്ക് വേതന കുടിശ്ശിക വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 2 മാസത്തെ ഓണറേറിയം വിതരണം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ടായിരുന്നു. കേവലം 232 രൂപയാണ് ഈ ആശമാർക്ക് ഒരു ദിവസം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ആ ലഭിക്കുന്ന തുച്ഛമായ തുക പോലും 3 മാസത്തോളം മുടങ്ങുന്ന ഒരു സാഹചര്യം എത്തിയതോടുകൂടിയാണ് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ ജോസഫ് സി മാത്യുവും രാവിലെ മുതൽ തന്നെ അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരക്കാർക്കൊപ്പം തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA കൂടി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സമരക്കാർക്ക് പിന്തുണ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ പിന്തുണയായി എടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയാണ് ആശാവർക്കർമാർ. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആ ഒരു സൈഡ് റോഡ് മുഴുവൻ ആശമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ആശാപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വരെ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിക്കുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ളതാണ് ആശമാർ പറയുന്നത്. എന്തായാലും മഹാസംഗമം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു വൻ പങ്കാളിത്തത്തോടു കൂടി ശരിക്കും ഒരു മഹാസംഗമമാക്കി മാറ്റുവാൻ ആശാമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അത്തരത്തിൽ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ സമരം അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ ദിവസവും ഈ പങ്കാളിത്തം കൂടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ മറ്റ് സംഘടനാ പ്രതിനിധികളുടെ ഒക്കെ തന്നെ പിന്തുണ, മറ്റ് സംഘടനകളിലെ ഒക്കെ തന്നെ ആശാ വർക്കർമാർ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരേ സ്വരത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും അടക്കം ആവശ്യമില്ലാത്ത ഒരു സമരമാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു സമരമുറയിൽ തന്നെയാണ് ഈ ആശാവർക്കർമാർ പോകുന്നതല്ലേ? തീർച്ചയായിട്ടും. അതായത് തുടക്കത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് അവർ നടത്തി പോന്നിരുന്നത്. അതിനിടയ്ക്കാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവരെ സമരം തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ആശമാരുടെ സമരം അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അവരെ ആരൊക്കെയോ ചേർന്ന് ഉന്തിവിട്ടതാണ് എന്നുള്ള ഒരു പ്രതികരണം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൽ കടുത്ത പ്രതിഷേധം ആശാവർക്കർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഇത്തരത്തിൽ കേരളത്തിൽ ആശാവർക്കർമാർക്കാണ് ഏറ്റവും അധികം വേതനം ലഭിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം
പ്രതിഷേധം ആശാവർക്കർമാർ നടത്തി. അതിന് പിന്നാലെയാണ് ഈ സമാധാനപരമായുള്ള സമരത്തിൽ നിന്നും കടുത്ത പ്രതിഷേധത്തിലേക്ക് സമരക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ പങ്കാളിത്തം ഓരോ ദിവസവും സമരത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പിന്തുണ ആശാവർക്കർമാർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ, ഇതുവരെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നത് വരെ, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വെറും വാക്കാൽ അംഗീകരിച്ചാൽ പോലെ അതിന് കൃത്യമായിട്ട് രേഖാമൂലം തന്നെ അതിനൊരു മറുപടി സർക്കാർ നൽകണമെന്നൊരു ആവശ്യം ഈ ആശാവർക്കർമാർ ഉന്നയിക്കുകയും ഇന്നിപ്പോൾ തുടക്കം മുതൽ തന്നെ ഇന്നൊരു മഹാസംഗമം നടത്തും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും ഈ പ്രതിഷേധം അത് ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇത്തരത്തിൽ പൊതുപ്രവർത്തകരുടെ അടക്കം ഉള്ള ഒരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതിനിടയിൽ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റ് സർക്കാർ പറയുന്നത്, കേന്ദ്രത്തിൽ നിന്നുള്ള തുക ഇതുവരെയും കിട്ടുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് തുക കൂടി ലഭിച്ചാൽ മാത്രമേ ഇവർ പറയുന്ന ആവശ്യങ്ങൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇൻസെന്റീവ് നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് അതിനൊരു മറുപടി ലഭിക്കേണ്ടത് എന്നുള്ള പ്രതികരണമാണ് ആശാവർക്കർമാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്നത്. ആ ആവശ്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രേഖാമൂലം അനുവദിച്ച് നൽകുന്നത് വരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. എന്തായാലും മഹാസംഗമത്തിൽ വലിയ പങ്കാളിത്തം കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്നു എന്നുള്ളതാണ്. അത് അവരുടെ വലിയ രീതിയിലുള്ള രോക്ഷത്തോടെയാണ് അവർ ആ സംസാരം അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം തുച്ഛമായിട്ട് ലഭിക്കുന്ന വേതനം പോലും 3 മാസം മുടങ്ങിയതിനു ശേഷമാണ്, ഇത്തരത്തിൽ വലിയ കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷമാണ് സമരത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് ആശാവർക്കർമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഷ്ടതയിൽ നിന്ന് വന്ന പ്രതിഷേധവുമാണ് അവർ ഈ സമരത്തിലുടനീളം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ ഇപ്പോൾ മഹാസംഗമത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. എന്തായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് ആശാവർക്കർമാർ പോകും. സർക്കാരിന് അത്ര എളുപ്പത്തിൽ ഇവരെ അനുനയിപ്പിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ കഴിയില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും വിവിധ ഇടങ്ങളിൽ നിന്നാണ് ആശാവർക്കർമാർ, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് എത്തി സമരത്തിൽ പങ്കാളികളാവുകയാണ്. കടുത്ത വെയിലിനെ പോലും അവഗണിച്ച് സമരം തുടരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യകായത്രി.